എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു അപ്ഡേറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് LDC പരീക്ഷകളിൽ 5 ജില്ലകളിലായിട്ട് ഏകദേശം 1 ലക്ഷത്തോളം അപേക്ഷകൾ അസാധുവായിട്ടുണ്ട്. നമ്മൾ എക്സാക്ട് നമ്പർ പറയും 93,213 അപേക്ഷകൾ അസാധുവായിട്ടുണ്ട്. അതായത് നമ്മളിപ്പം കൺഫർമേഷൻ കൊടുക്കാത്തതാണ്. പലരും നമ്മുടെ പല കൂട്ടുകാരും കാണുന്നൊരു പ്രവണതയാണ്. നമ്മളിപ്പം പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കൺഫർമേഷൻ കൊടുക്കാൻ മറക്കുന്നതും കാര്യങ്ങളും ഒക്കെയാണ് ഈ ഇഷ്യൂസും കാര്യങ്ങളും എല്ലാം വരുന്നത്. ഏകദേശത്തോളം 1 ലക്ഷം, അതായത് നിങ്ങളൊന്ന് ഓർത്ത് നോക്കണം, 5 ജില്ലകളിൽ നിന്ന് എടുക്കുമ്പോഴാണ് ഏകദേശം 1 ലക്ഷത്തോളം അപേക്ഷകൾ അസാധുവാകുന്നത് വരുന്നത്. അത് വളരെ ഒരു ഇതാണ്. അതായത് നമ്മുടെ എല്ലാവരുടെയും കടമ കൂടിയാണ് ഒരു എക്സാമിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു കൺഫർമേഷൻ കൊടുക്കുക എന്നുള്ളത്. അപ്പം നമ്മളത് ഇനി വരുന്ന എക്സാം, ഈ അപേക്ഷകൾ അസാധുവായ കൂട്ടുകാരോട് പറയാനുള്ള, ഇനി വരുന്ന എക്സാംസിനായാലും നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് കൺഫർമേഷൻ കൊടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. നമ്മൾക്ക് OTP മെസ്സേജ് വരും. അതുപോലെ നമ്മളെപ്പോലുള്ള ടെലഗ്രാം ഗ്രൂപ്പുകളിലൊക്കെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. കൺഫർമേഷൻ വന്നിട്ടുണ്ട്, കാര്യങ്ങളും PSC യുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ അപ്ഡേറ്റ്സും നമ്മൾ ടെലഗ്രാം ചാനലിൽ ഇടുന്നതാണ്. അപ്പം അങ്ങനെയുള്ള ഗ്രൂപ്പുകളിലൊക്കെ മാക്സിമം ജോയിൻ ആവുക. പകുതി പേരും ഇത് അറിയാതെ പോകുന്നതുകൊണ്ടാണ് ഈ കൺഫർമേഷൻ്റെ കാര്യങ്ങളൊക്കെ മറന്നു പോകുന്നത്. എന്തായാലും വളരെ ഒരു ദൗർഭാഗ്യകരമാണ്. 1 ലക്ഷത്തോളം പേരാണ് 5 ജില്ലകളിൽ നിന്ന് അസാധുവായി പോയത്. അപ്പം ഇനിയും ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും വരാതിരിക്കട്ടെ. ഇനി LDC എക്സാമിന് കൺഫർമേഷൻ വരുന്നവരൊക്കെ അപ് ടു ഡേറ്റ് ആയിട്ട് കൺഫർമേഷൻ കൊടുക്കട്ടെ. മാക്സിമം ആൾക്കാർ എഴുതാൻ ശ്രമിക്കട്ടെ. അത് കാരണം ഈ 1 ലക്ഷം പേരോളം ഇനി അടുത്ത 3 വർഷം കഴിഞ്ഞ് ഇനി LDC പരീക്ഷയൊക്കെ എഴുതാൻ പറ്റും. LDC പോലുള്ള നല്ലൊരു പോസ്റ്റിന് ഇനി അവർക്ക് 3 വർഷം കഴിഞ്ഞ് അപ്ലൈ ചെയ്യാൻ പറ്റും. അങ്ങനൊരു ദൗർഭാഗ്യകരമുണ്ട്. നമുക്ക് ഓരോ ജില്ല വൈസ് നമുക്ക് നോക്കുവാണെങ്കിൽ കൊല്ലം ജില്ലയിൽ ഏകദേശം 1 ലക്ഷത്തോളം പേരുണ്ടെങ്കിൽ കൺഫർമേഷൻ നൽകിയത് 83,000 പേരാണ് വരുന്നത്. അതുപോലെ തന്നെ കണ്ണൂർ ജില്ലയിൽ 88,000 പേരാണ് അപേക്ഷകരായിട്ട് വന്നിട്ടുള്ളെങ്കിലും കൺഫർമേഷൻ നൽകിയത് 66,000 പേരാണ്. നമ്മളതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കണക്ക് ഇട്ടിട്ടുണ്ട്. നമ്മൾ അസാധുവായവരുടെ കണക്ക് മാത്രം പറയാം. കൊല്ലം ജില്ലയിൽ തന്നെ 23,885 പേരാണ് അസാധുവായത്. കണ്ണൂർ ജില്ലയിൽ 22,252 പേരും, പത്തനംതിട്ട ജില്ലയിൽ 10,890 പേരും, തൃശ്ശൂർ 24,736 പേരും, കാസർഗോഡ് 11,450 പേരുമാണ് അസാധുവായിട്ടുള്ളത്. അപ്പം ഇനിയും ഇങ്ങനെയുള്ള അസാധുകൾ ഉണ്ടാവാതിരിക്കട്ടെ. ഇനി വരുന്ന LDC എക്സാം, ഇനി വരുന്ന കൺഫർമേഷനൊക്കെ എല്ലാവരും അപ് ടു ഡേറ്റ് ആയിട്ട് കൺഫർമേഷൻ കൊടുക്കാൻ മറക്കാതിരിക്കുക. നമ്മുടെ ടെലഗ്രാം ചാനലിൽ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് തരാം. നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്താൽ മതി. അതിന് നമ്മൾ അപ് ടു ഡേറ്റ് ആയിട്ടുള്ള കൺഫർമേഷൻ കാര്യങ്ങളും എല്ലാം കാര്യങ്ങളെല്ലാം അറിയിക്കുന്നതാണ്. അപ്പം എനിവേ, താങ്ക് യു ഓൾ.